നിന്നെ കൊണ്ട് ഒട്ടും പറ്റിയില്ലെങ്കിൽ നീ തുണ്ടുവെക്ക്. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ നമ്മൾക്ക് നൽകിയ താരമാണ് ബിജു മേനോൻ. അദ്ദേഹം നായകനായി എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുണ്ട്. റിയാസ് ഷെറീഫ് സംവിധാനം നിർവഹിച്ച് റിയാസ് ഷെറീഫും കണ്ണപ്പനും കൂടി ചേർന്ന് രചന നിർവഹിച്ച ചിത്രം. ബിജു മേനോൻ, ഷൈൻ ടോം ചാക്കോ, ഉണ്ണിമായ പ്രസാദ്, ബൈജു, ആനന്ദ് ബാൽ, റാഫി എന്നിങ്ങനെ പുതിയതും സീനിയേഴ്സുമായ കുറേയേറെ താരങ്ങൾ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഒരു സിവിൽ പോലീസ് ഓഫീസർ തന്റെ പ്രമോഷനു വേണ്ടി ശ്രമിക്കുന്നതും അതിനിടയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായുള്ള ഈഗോ പ്രശ്നവും മകനുമായുള്ള ബന്ധവും, അങ്ങനെ ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പരീക്ഷ പേടിയും കോപ്പിയടിയും ഒക്കെയാണ് തുണ്ട് എന്ന സിനിമ പ്രതിപാദിക്കുന്നത്. ബിജു മേനോൻ സിനിമ എന്ന പ്രതീക്ഷയിലാണ് ടിക്കറ്റ് എടുത്തത്. തിയേറ്ററിലേക്ക് കയറിയപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് രക്ഷാധികാരി ബൈജുവും വെള്ളിമൂങ്ങയും ഒക്കെയായിരുന്നു. പക്ഷെ മൊത്തത്തിൽ നിരാശപ്പെടുത്തിയ അവസ്ഥയായിരുന്നു തുണ്ട് സമ്മാനിച്ചത്. കോപ്പിയടി സീനും പിന്നെ വളരെ കുറച്ച് കോമഡി സിറ്റുവേഷൻസും ബൈജുവിന്റെ പെർഫോമൻസും ബിജു മേനോന്റെ ചില ഡയലോഗ് ഡെലിവറിയും വളരെ ചുരുക്കം ചില സീനുകളും ഒഴികെ ബാക്കി മൊത്തത്തിൽ നിരാശയായിരുന്നു ഫലം. കോപ്പിയടിയിൽ തുടങ്ങി കോപ്പിയടിയിൽ അവസാനിക്കുന്നു എന്നതൊഴിച്ചാൽ ഇടയിൽ വരുന്ന പല രംഗങ്ങളും തമ്മിൽ ലോജിക്കലി നോക്കിയാലും അല്ലാതെ നോക്കിയാലും വലിയ ബന്ധമൊന്നുമില്ല. വെറും കാട്ടിക്കൂട്ടലുകളൊക്കെ ആയിട്ടാണ് സിനിമ തുടങ്ങി അവസാനിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയും ബിജു മേനോനും തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നത് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഡെപ്തോ ഒന്നും തിരക്കഥയിൽ ഒരിടത്തും കാണാൻ സാധിക്കുന്നുമില്ല. അതുപോലെ തന്നെ സ്ഥിരം നമ്മൾ കണ്ടുമറന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് അല്ലാത്ത രീതിയിലുള്ള കുറേയേറെ നർമ്മ രംഗങ്ങളും അതുപോലെ തന്നെ ക്ലീഷയായിട്ടുള്ള മൃഗസ്നേഹവും അപ്പൻ മകൻ ബന്ധവും ഒക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ ഉള്ളതിൽ കുറച്ചൊരു പോസിറ്റിവിറ്റി എന്ന് തോന്നിയത് ബൈജുവിന്റെ കഥാപാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ മാനറിസവും അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ പല സിനിമകളിലും നമ്മൾ കേട്ടു മറന്ന കുറേയേറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ഗോപി സുന്ദറാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ അടിപൊളി എന്ന സൂപ്പർ ഹിറ്റ് ഗാനം മുതൽ BTSന്റെ പാട്ടുകൾ വരെ അണ്ണൻ പൊക്കിയെടുത്ത് പരത്തി പുതിയ കുപ്പിയിലാക്കി നമുക്ക് സമ്മാനിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ പലതും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കുറ്റം പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വരുന്ന BGM ഒക്കെ അല്പം രസമായിട്ടുമുണ്ട്. ബാക്കി പലതും ഓൾറെഡി നമ്മൾ കേട്ട് മറന്ന പല ഗാനങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയോ അല്ലെങ്കിൽ മറ്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം മികച്ചു നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കും. എങ്കിലും ആകെ മൊത്തത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ഒരു തൃപ്തിയൊന്നും നൽകുന്നില്ല സിനിമ. കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, ഭ്രമയുഗം ഒക്കെ പോലെയുള്ള ക്വാളിറ്റി ചിത്രങ്ങൾ തൊട്ടടുത്ത തിയേറ്ററുകളിൽ ഇങ്ങനെ സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അതെല്ലാം കണ്ടു തീർത്ത് സമയമുണ്ടെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു ബിലോ ആവറേജ് ചിത്രം മാത്രമായിട്ടാണ് തുണ്ട് എന്ന സിനിമ ഫീൽ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത തിയേറ്ററുകളിൽ സിനിമ പ്രദർശനം തുടരുന്നു. കൂടുതൽ സിനിമ റിവ്യൂസിനും മറ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.